ഹായ് ഡിയർ ഫ്രണ്ട്സ്. കുറച്ച് ദിവസമായി വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ C++ൻ്റെ വീഡിയോയിലായിരുന്നു. ഹായ്, താങ്ക്സ് ഫോർ യുവർ വാച്ചിങ്. നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഡെബിറ്റ് നോട്ട് വൗച്ചർ, ദാറ്റ് മീൻസ് പർച്ചേസ് റിട്ടേൺ ഓർ പ്രൈസ് ചേഞ്ചസ്. പ്രൈസ് വേരിയേഷൻസിനകത്ത് എന്തെങ്കിലും ക്രെഡിറ്റ് നോട്ട് കൊടുക്കണം, ഡെബിറ്റ് നോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിലോ, അതെങ്കിൽ എസ്കാലേഷനോ എസ്കാലേഷൻ പ്രൈസസ്റ്റോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സ്പെൻസ് വരികയോ ചെയ്യുമ്പോൾ സാധനം റിട്ടേൺ ചെയ്യുമ്പോഴും നമുക്ക് ഡെബിറ്റ് നോട്ട് കൊടുക്കണം. സപ്ലയർക്ക്, നമ്മളെ ക്ലയൻറ്റിന് നമുക്ക് ഡെബിറ്റ് നോട്ട് പാസ് ചെയ്യണം. അത് നമ്മൾ ടാക്സിൽ വേരിയേഷൻ വരണം. 90 ഡേയ്സിനുള്ളിലാണെങ്കിൽ നമുക്ക് ടാക്സ് കിട്ടും. ടാക്സ് വേരിയേഷൻ വരുത്തണം. അത് അല്ലാതെ നമുക്ക് എന്ത് വരുത്തണം, അവർക്കുള്ള പേയ്മെൻറ്റിനകത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഇവിടെയും നമുക്ക് രണ്ട് തരം മോഡുണ്ട്. വൗച്ചർ മോഡും ഉണ്ട്, ഇൻവോയ്സ് ഐറ്റം മോഡും ഉണ്ട്. ഇതൊരു ഡോക്യുമെൻറ്റ്സ് ആണ്. ഒരു പാർട്ടിക്ക്, അതായത് നമ്മളെ ക്ലയൻറ്റിന് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു ഡോക്യുമെൻറ്റ്സ് ആണ് ക്രെഡിറ്റ് നോട്ട് വൗച്ചർ. commonly used for the case of purchase return or escalation, re-escalation in price, any other expense incurred by you half of the party in behalf of the party. Debit note can be entered in two modes, same as the sales voucher. വൗച്ചർ മോഡ്, ഇൻവോയ്സ് മോഡ്. നമ്മൾ ഈ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഇൻപുട്ട് ചെയ്യുന്നതിന് മുമ്പായി ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? ഈ വൗച്ചറുകൾ ബട്ടണിൽ അലോട്ടഡ് ആണോ എന്ന് നോക്കുക. Before inputting the debit note voucher, we see the debit note options in the key button area. That is the key button area. Here we see the debit note voucher. Control F9 കിടക്കുന്നുണ്ടോ? Control F9 നമ്മൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡെബിറ്റ് നോട്ട് വൗച്ചർ കിട്ടും. ഇതെങ്ങനെ ഇവിടെ എത്തി നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്? കോൺഫിഗറേഷനകത്ത് നമ്മൾ F11 ഫീച്ചേഴ്സ് എടുക്കുക. ഇവിടെ നമ്മൾ ആ കമ്പനി ഫീച്ചേഴ്സ് കിട്ടും. അഥവാ ഇവിടെ ഹിയർ ഇൻ ദി വൗച്ചർ സ്ക്രീൻ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ഡിസ്പ്ലേ ദെയർ. വി ലുക്ക് ഇൻവോയ്സിങ് ഏരിയ, ഡിസ്പ്ലേ ദി എൻ്റർ പർച്ചേസ് ഇൻവോയ്സ് ഫോർമാറ്റ് എസ് ഓർ നോ. നമ്മളുടെ എസ് സെറ്റ് ഓൾറെഡി അത് എസ് ആണ്. ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് യു നീഡ് ദെൻ സെലക്ട് ദി യെസ്. ഹിയർ ഇത് ഓൾറെഡി ഫസ്റ്റ് സെക്ഷൻ നോ ഓപ്ഷനാണ്. നമ്മളിവിടെ എസ് കൊടുക്കുക. ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇൻപുട്ട് ചെയ്യണം. ഇവിടെ എസ് കൊടുത്താൽ മാത്രമേ ഇൻപുട്ടിങ് സ്ക്രീനിൽ നമുക്ക് കീ ബട്ടൺ ഏരിയയിലെ അലോട്ട് പ്രൊവിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഡെബിറ്റ് നോട്ട് വൗച്ചറും ക്രെഡിറ്റ് നോട്ട് വൗച്ചറും അലോട്ടായി വരണമെങ്കിൽ നമ്മളിവിടെ എസ് കൊടുത്ത് സെറ്റ് ചെയ്യണം. കൺട്രോളിലേക്ക് കൊടുക്കുക, സേവ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് നോട്ട് വൗച്ചർ നമ്മൾ പർച്ചേസ് റിട്ടേൺസിനായിട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഡെബിറ്റ് നോട്ട് വൗച്ചർ വരുന്നു. ഇവിടെ നമ്മളിപ്പോൾ ജസ്റ്റ് പ്രീവിയസ് ഇൻപുട്ട് ചെയ്തൊരു വൗച്ചർ എടുക്കാം. യു ലുക്ക് ഡെബിറ്റ് നോട്ട് വൗച്ചർ 1 പാർട്ടി റാമാൻ കമ്പനിക്ക് നമ്മൾ റിട്ടേൺസ് കൊടുക്കുകയാണ്. റാമാൻ കമ്പനിയല്ല, സപ്ലയർ നമ്മളെ ആരാന്ന്? പുത്തൻ ഷോറൂമിനാണ്. പുത്തൻ ഷോറൂമിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അവരുടെ ഡീറ്റെയിൽസ് കസ്റ്റമർ ഡീറ്റെയിൽസ് ആണ്, സപ്ലയർ ഡീറ്റെയിൽസ് ആണ്. അത് നമ്മൾ സേവ് ചെയ്യുന്നു. ഇവിടെ വരുന്നു ഏത് പ്രോഡക്റ്റ് ആണോ റിട്ടേൺ ചെയ്യുന്ന. നമ്മൾ ഒനിഡ TV 21 ഇൻ ഡാമേജ് ഉണ്ടോ, നമ്മൾ ഒരെണ്ണം റിട്ടേൺ ചെയ്യുകയാണ്. സെലക്ട് ദി ഐറ്റം ലിസ്റ്റ്, പ്രസ് ബാർ പ്രസ് ചെയ്യുക. സ്പേസ് ബാർ കിടക്കുമ്പോൾ നമുക്ക് ലിസ്റ്റ് ഓഫ് ഐറ്റം കിട്ടും. ഇവിടുന്ന് നമ്മൾ 21 ഒനിഡ TV ഫില്ല് ചെയ്യുന്നു. ആ 21 ഒനിഡ TV ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഏത് ഗോഡൗണിലാണ് ഇപ്പം നമ്മൾ ഡാമേജ് ചെയ്യുന്ന ഗോഡൗൺ നമ്പർ 1, അത് നിങ്ങൾക്ക് ലിസ്റ്റ് കിട്ടാൻ സ്പേസ് ബാർ നമ്മൾ സെയിൽസ് ഇൻപുട്ട് ചെയ്തതാണ്. അതുപോലെ സ്പേസ് ബാർ നമ്പർ 1 ഒന്നോ ഒന്നിലധികം എത്രയാണ് നിങ്ങൾക്ക് ഡാമേജ് റിട്ടേൺ പ്രൈസ് വേരിയേഷൻസിനുള്ളത് അത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. ഒരെണ്ണം സെയിം കോസ്റ്റ് വന്ന കോസ്റ്റിൽ തന്നെ നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ്. അതവിടെ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. എൻഡ് ഓഫ് ലിസ്റ്റ്. അത് കഴിയുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് എന്താ, അത് ഏത് അക്കൗണ്ടിലേക്കാണ് പോകേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് പർച്ചേസ് റിട്ടേൺ ഇല്ലെങ്കിൽ ഓൾട്ട് C കൊടുത്താൽ ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീനിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീൻ ഇൻപുട്ട് ചെയ്ത് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് വരും. എൻ്റർ ചെയ്യുക. 12,400 നമ്മൾ ഇൻപുട്ട് ചെയ്തു. ഒരു ബ്ലാങ്ക് ഇൻപുട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇൻപുട്ട് ടാക്സ് രണ്ടും നമുക്ക് വന്നതിൻ്റെ നമ്മൾ അതിൻ്റെ 18% ആയിരുന്നു. 99 CGST SGST ഔട്ട് ചെയ്ത് കൊടുത്തു.
എൻ്റർ അടിച്ചു, ഗീവ് നറേഷൻ. ഇവിടെ നമ്മൾ നറേഷൻ ഒരിക്കൽ ഇൻപുട്ട് ചെയ്തതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, കൺട്രോൾ ആറും ആൾട്ടോ ആറും ഉപയോഗിച്ച് നമുക്ക് നറേഷനെ ഇൻപുട്ട് ചെയ്യാം. നമുക്ക് പ്രീവിയസ് നറേഷനെ റീകോൾ ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ആറ് ഉപയോഗിക്കാം. അപ്പോൾ റീപ്ലേസ് ചെയ്ത് നമുക്ക് കിട്ടാനും കൺട്രോൾ ആറ് ആൾട്ടോ ആറും ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും ചെയ്തതിന് ശേഷം കൺട്രോൾ A കൊടുത്തത് സേവ് ചെയ്യാം. അപ്പം നമ്മളിവിടെ ഇപ്പോൾ ഒരു ഡെബിറ്റ് നോട്ട്, അതും നമുക്ക് ഏതൊക്കെ മോഡിലെടുക്കാം, ഇൻവോയ്സ് മോഡും ഉണ്ട്, ആസ് വൗച്ചർ മോഡും ഉണ്ട്. ആസ് വൗച്ചർ മോഡുണ്ട്, ആസ് ഇൻവോയ്സ് മോഡും ഉണ്ട്. ഇനി ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഡേറ്റ്, കറണ്ട് ഡേറ്റ്, ഓപ്ഷണൽ ഡേറ്റ് ഇവിടെ കണ്ടോ, ഓപ്ഷണൽ വൗച്ചർ ആക്കി വെക്കാം. നമുക്കത് ഇൻപുട്ട് ഇന്നത്തെ ഡേറ്റിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഓപ്ഷണൽ വൗച്ചർ ആക്കാം. ഇതിന് ഏതെങ്കിലും റെഗുലർ പീരീഡിൽ വരുമ്പോൾ അത് റെഗുലർ വൗച്ചർ ആക്കാം. അങ്ങനെ ഓപ്ഷൻ വൗച്ചറും റെഗുലർ വൗച്ചറുമായിട്ട് സെറ്റ് ചെയ്യാനുള്ളതുണ്ട്. കാരണം ഏതെങ്കിലും ഡേറ്റ നിങ്ങൾക്ക് കറക്റ്റ് അല്ല, നമ്മൾ അടിച്ചു വെച്ചു, അതിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻ വന്നില്ല, അപ്പോൾ ആ പ്രസൻറ്റ് ഡേയിൽ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണൽ വൗച്ചർ ആയിട്ട് മാറ്റി വെക്കാവുന്നതാണ്. അല്ല പോസ്റ്റ് ഡേറ്റഡ് വൗച്ചറും കറണ്ട് ഡേറ്റ് വൗച്ചർ, പോസ്റ്റ് ഡേറ്റഡ് വൗച്ചർ ആക്കി വെക്കാം, അല്ലെങ്കിൽ കറണ്ട് ഡേറ്റ് വൗച്ചർ. അത് കറണ്ട് ആക്റ്റീവ് പീരീഡിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് ഡേറ്റ് ആക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഡേറ്റഡ് വൗച്ചർ ആക്കി വയ്ക്കാം. അവിടെ ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അതെല്ലാ വൗച്ചേഴ്സും ഉണ്ടോ, ഇൻക്ലൂഡിങ് സെയിൽസ്, പർച്ചേസ്, കോൺട്രാ, ക്യാഷ് റെസിപ്റ്റ്, ക്യാഷ് പേയ്മെൻറ്റ്. യു ക്യാൻ യൂസ് ദി പോസ്റ്റ് ഡേറ്റഡ് വൗച്ചർ ആൻഡ് കറണ്ട് ഡേറ്റ് വൗച്ചർ ആക്കി മാറ്റി വെക്കാം. ഓക്കെ, കൺട്രോൾ A കൊടുത്ത് നമ്മളിത് സേവ് ചെയ്യും. സേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ ഞാനിവിടെ എൻ്റെ P&L എടുത്തു. P&L എടുത്ത് നോക്കിയേ, നമുക്ക് പർച്ചേസ് അക്കൗണ്ട് ഉണ്ടോ, സീ ലുക്ക് ദെയർ, പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് ഇൻഡർസ്റ്റേറ്റിനകത്താണ് നമ്മൾ പർച്ചേസ് 18%, 28% പർച്ചേസ്. അതിനകത്തുനിന്ന് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഇപ്പോൾ ചെയ്തതാണ് 24,800 ലെസ് ചെയ്തേക്കുന്നുണ്ടോ. റിട്ടേൺ പോകുമ്പോൾ നമുക്ക് ലെസ് പർച്ചേസ് റിട്ടേൺ കൊടുക്കുന്നതാണ്. പർച്ചേസ് റിട്ടേൺ P&L ലെസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ഏതെങ്കിലും റേഷ്യോയിൽ നിന്ന് തന്നെ കുറയണമെങ്കിൽ ആ റേഷ്യോയിലേക്ക് റേഷ്യോ വെച്ചിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്താൽ മതി. സെപ്പറേറ്റ് ലെഡ്ജർ ചെയ്ത് തന്നെ കുറയണേ, അപ്പോൾ അതനുസരിച്ച് ഇവിടെ വരും. ഓക്കെ, താങ്ക് യു. അപ്പോൾ പർച്ചേസ് റിട്ടേൺ ഇതുപോലെ തന്നെ നമുക്ക് സെയിൽസിൻ്റെ റിട്ടേണ്, സെയിൽസ് റിട്ടേൺ ക്രെഡിറ്റ് നോട്ടും ഇൻപുട്ട്. ഓക്കെ, താങ്ക് യു. സി ഓൾ. Here we input all vouchers into debit note voucher. Next one credit note voucher. After sales, any mistake in it, they can send the debit note voucher. Okay, within 90 days we can deduct in tax. Already tax nathum idu variation vannittundu, ningalku adinathotum poyittundu, report eduthu nokkumbo adinathu updation aayirum. Okay, thank you very much for all for watching.